വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം സംഘടിപ്പിച്ചു. എളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച കൊടിയേറ്റ് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് മീറ്റിൽ അറിയിച്ചു. മഞ്ഞനക്കാട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടികേറി. ഗ്യാസ് സിലിണ്ടർ സബ്സിഡി 2.07 രൂപ കൂടി. ലോ ഫ്ലോറുകൾ അപ്രത്യക്ഷമായ പോലെ വൈപ്പിനിൽ KSRTCയും സർവീസുകൾ ചുരുക്കുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ VV അനിൽ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP കൊച്ചി താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് മെമ്പർ ശ്രീ VG ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ സുശീൽ ചെറുപുള്ളി, BJP വൈപ്പിൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NM രവി എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ യുവമോർച്ച നായരമ്പലം പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി സുബിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ PS ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് നിതിൻ പള്ളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ശേഷൻ, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാം, യുവമോർച്ച നേതാക്കന്മാരായ രാഹുൽ, അഖിൽ, അമൽ, രാജേഷ്, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ, BJP മണ്ഡലം കമ്മിറ്റി അംഗം സുധർമ്മ ഷാജി എന്നിവർ പങ്കെടുത്തു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, നിങ്ങൾ ഉയർത്തിയ കാവി പതാക, വാനിലുയർന്നു പറക്കുന്നു, ധീരാ ജയ കൃഷ്ണ, വാനിലുയർന്നു പറക്കുന്നു, ധീരാ ജയ കൃഷ്ണ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, बोलो भारत माता की जय, जय युवा मोर्चा, जय जय युवा मोर्चा, जय जय BJP, जय जय BJP, जय जय भारत माता, जय जय भारत माता, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, വാനിലുയർന്നു പറക്കുന്നു, ധീരാ ജയ കൃഷ്ണ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, बोलो भारत माता की, बोलो भारत माता की. അടുത്തായിട്ട് അനുസരണ യോഗത്തിന് അനുസരിച്ചുകൊണ്ട് VG ബാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ബലിദാന ദിനമാണ് ഈ ഡിസംബർ 1. ഒരു മാതൃക അധ്യാപകൻ, ഒരു ശിക്ഷണത്തിന് വേണ്ടി തോന്നുന്ന അധ്യാപകനെ ഏതാനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ എന്ന് തന്നെ വേണമെങ്കിൽ ആ ഗുണ്ടകൾ ചേർന്ന് അതിക്രൂരമായി പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് ക്ലാസ് മുറിയിലിട്ട് വലിച്ച് ഇഴച്ച് കൊലപാതകം ചെയ്ത ഒരു ദിനം അത് കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചിന്തിക്കണം. അക്രമ രാഷ്ട്രീയം ഈ രാജ്യത്തിന് യാതൊരുവിധ ഉപയോഗം ചെയ്യുകയില്ല. താത്വികമായി ചിന്തിച്ചുകൊണ്ട് താത്വികമായിട്ടുള്ള ആക്രമണമാണ് ആവശ്യം. അത് കൊലപാതക രാഷ്ട്രീയത്തെ കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ് നേടാൻ സാധിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം ആ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ട ഒരു ചെറിയ പ്രാണിയായി KT ജയകൃഷ്ണൻ മാഷിൻ്റെ 17ാമത് ഈ ബലിദാന ദിനത്തിൽ കേരളമൊട്ട് എല്ലാ പ്രവർത്തകരും അനുഭാവികളും ആചരിക്കുകയാണ്.
മാതാപിതാ ഗുരു ദൈവതം എന്നാണല്ലോ നാം ഏവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാതാപിതാ ഗുരു ദൈവതം, ഗുരുവാണ് മൂന്നാം സ്ഥാനം. ആ ഹരിശ്രീ പഠിപ്പിക്കുന്ന ആ ഗുരുനാഥനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെട്ടിക്കൊലപ്പെടുത്തിയ പൈശാചികമായ ദിനമായിരുന്നു ഡിസംബർ 1. ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും അനുഭാവികൾക്കും വൈപ്പിൻ BJP നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹൃദയംഗമായ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. മഞ്ഞനക്കാട് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥ തിരുനാളിന് വരാപ്പുഴ അതിരൂപത ചാൻസലർ റെവറന്റ് ഫാദർ വർഗീസ് വലിയപറമ്പിലിന്റെ നേതൃത്വത്തിൽ കൊടികയറ്റം നടത്തി. റെവറന്റ് ഫാദർ ജോസഫ് വിപിൻ ചൂതമ്പറമ്പിൽ, പള്ളി വികാരി ഫാദർ ജോഷി കോണത്ത്, സഹവികാരി ഫാദർ നിമോഷ് പുത്തൻവീട്ടിൽ, പ്രസിഡന്റുമാരായ ആൽബർട്ട് സാൻ ഡിസൽവ, ജെഫ്രിൻ മെൻഡസ്, കലിസ്റ്റർ റോഡ്രിഗസ് ആന്റണി ഒലിവർ, ആഷ്വിൻ റോഡ്രിക്സ്, ജോസഫ് പുടുത്താസ്, ജിനു ജോർജ്, ഫ്രാൻസിസ് സേവ്യർ, ഷൈനു രാജു, ജോസഫ് ദുറോം എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവ് നിങ്ങളോടുകൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ വിശുദ്ധന്റെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിദ്ധേന്തിമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഇടവക മുഴുവനെയും ഈ പ്രദേശത്തെയും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കണമേ. ആമേൻ.
നമ്മോട് കൂടെ. എളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. തന്ത്രിമുഖ്യന്മാരായ ചേന്നാസ്മന നാരായണ നമ്പൂതിരിപ്പാട്, പൊതിയിൽ ചേന്നാസ്മന ഗിരീഷ് നമ്പൂതിരിപ്പാട്, കീഴക്കിനി മേക്കാട്ടുമന മാധവൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ്മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. 9 ദിവസവും സ്കന്ദപുരാണ പാരായണവും അന്നദാനവും നടക്കും. ക്ഷേത്രത്തിന് പുറത്ത് 4 അതിർത്തികളിൽ 4 കൊടിയേറ്റ് ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ ഒന്നാണ്. 10ാം നാൾ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നളിനകുമാർ IV, സെക്രട്ടറി ബാസി KD എന്നിവർ പങ്കെടുത്തു. 100 വർഷങ്ങൾക്ക് പഴക്കമുള്ള നമ്മുടെ കേരളം മാപ്പിലൊക്കെ തന്നെ പറഞ്ഞത് 900 വർഷമാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത്രയും പഴക്കമുള്ള നമ്മുടെ വൈപ്പിൻകരയിലെ ക്ഷേത്രത്തിന് പ്രത്യേകം 4 ദിക്കുകളിലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സാധാരണ ഉത്സവത്തിന് ഒരു ക്ഷേത്രത്തിൽ മാത്രം ഒരു കൊടിമരത്തിൽ മാത്രമാണ് കൊടിയേറുമ്പോൾ എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകം 4 ദിക്കുകളിലും കൊടിയേറുന്നത് കാര്യമാണ്. നമുക്കറിയാം, നോട്ടീസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. 5ാം ദിവസത്തിന് ശേഷം പുറക്കൊടിയേറ്റം എന്ന് പറഞ്ഞ് വടക്കേ നടന്നിട്ടാണ് കൊടുത്തിട്ടുണ്ട്. വിശദമായ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്ത് തരുന്നതാണ് സൗകര്യം. കൂടാതെ ഈ വർഷവും നമുക്കറിയാം 5ാം ദിവസമാണ് ഏകദേശം ഒരു 10 വർഷമായിട്ട് അളങ്ങുന്നപ്പുഴയിലെ പൂരം എന്ന് പറയാവുന്നത്. ഇതിനു മുമ്പ് ഗുരുവായൂർ പത്മനാഭനെ വൈപ്പിൻകരയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. വർഷങ്ങളായിട്ട് പ്രസിദ്ധ, അതായത് ഗജവീരന്മാരും പാമ്പാഴിരായൻ തന്നെ സ്വർണ്ണക്കോലം, അളങ്ങുന്നപ്പുഴയുടെ സ്വർണ്ണക്കോലം എന്തി 5ാം തീയതി രാവിലെ നൂറിൽപ്പരം മേളക്കാർ കൊണ്ടെടുക്കുന്ന ചൊവ്വല്ലൂർ മോഹനന്റെ പ്രമാണത്തില് ശീലയിൽ രാവിലെ 8 മണിക്ക്, അതേപോലെ രാത്രി പ്രസിദ്ധമേളക്കാരനായ തെരുവനം സതീശന്മാരുടെ നേതൃത്വത്തില് ഉള്ള വിളക്ക്, ഇത് രണ്ടും സ്വർണ്ണക്കോലം വിജയിക്കുന്നതായ നമ്മുടെ പാമ്പാഴിയായ തന്നെയാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. കൂടാതെ ഒരു കുട്ടി, നമ്മളത് കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ വായിച്ചതാണ്. ഒരു ചെറിയ കുട്ടിയുടെ നേതൃത്വത്തിലാണ് പായമ്പക അരങ്ങേറുന്നത്. അങ്ങനെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് പ്രസിദ്ധമായ കച്ചേരി. നമ്മുടെ അടങ്ങുന്നപ്പുഴ ആ സ്ഥലത്ത് തന്നെയാണ് കച്ചേരി ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് കച്ചേരി ഇല്ല. എന്നാലും സ്കൂളിൻ്റെ ഒരു വശം ാണ് ഇതിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ വെച്ച് കച്ചേരിപ്പുറ നടത്തുന്നത്. മാല, ഡബിൾ സെറ്റിൻ്റെ നാദസ്വരം, നൃത്തനൃത്യങ്ങൾ, സംഗീത കച്ചേരികൾ, ഉത്സവങ്ങൾക്കും ആ തുടക്കം കുറിക്കുന്നത് തന്നെ ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. ഇതാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകൾ. ഇത് 2 വിധത്തിൽ പെട്രോൾ വില വർധനയ്ക്ക് പിന്നാലെ പാചകവാതകത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചു. സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറിന് 2.07 രൂപയാണ് ഇന്ന് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. 6 മാസത്തിനുള്ളിൽ ഇത് 7ാം തവണയാണ് സബ്സിഡി സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടുന്നത്. നവംബർ 1 വിലയിൽ 2.05 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് ഒക്ടോബർ 28 1.5 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഡീലർമാർക്ക് നൽകുന്ന കമ്മീഷൻ ഉയർത്തിയതിനെ തുടർന്നാണ് വർധനവെന്ന് വിശദീകരണം. ദ്വീപ് വഴിയുള്ള KSRTC സർവീസുകൾ പലതും റദ്ദാക്കുന്നതായി പരാതി. മോശമല്ലാത്ത വരുമാനം ലഭിച്ചിരുന്ന സർവീസുകളും ഇവയിൽ ഉൾപ്പെടുന്നു. ചെറായി ബീച്ചിൽ നിന്നും അടുത്തിടെ ആരംഭിച്ച ദീർഘദൂര സർവീസുകളും ഇപ്പോൾ നിർത്തലാക്കൽ ഭീഷണിയിലാണ്. പറവൂരിൽ നിന്നും രാവിലെ വൈപ്പിൻ വഴി തൃപ്പൂണിത്തറയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് അടുത്തിടെ അപ്രത്യക്ഷമായവയിൽ ഒന്നെന്ന് യാത്രക്കാർ പറയുന്നു. യാത്രക്കാരുടെ തിരക്കും മോശമല്ലാത്ത വരുമാനവും ഉണ്ടായിരുന്ന സർവീസായിരുന്നു ഇത്. എന്നാൽ പ്രത്യേകിച്ചൊരു കാരണവും ചൂണ്ടിക്കാട്ടാതെ ഈ ബസ് റദ്ദാക്കുകയായിരുന്നു. പകരം ലോ ഫ്ലോർ ബസ്സാണ് സർവീസിന് ഇറക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ സർവീസ് റദ്ദാക്കിയപ്പോൾ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് MLA അടക്കമുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. അതേ തുടർന്ന് പുനരാരംഭിച്ച സർവീസ് വൈകാതെ വീണ്ടും മുടങ്ങിയിരിക്കുകയാണ്.
ഇതിനു പുറമെ വൈപ്പിനിൽ നിന്നുള്ള ഒട്ടേറെ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന പറവൂർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് ഇപ്പോൾ പല ദിവസങ്ങളിലും സർവീസ് നടത്തുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവനക്കാട് വൈപ്പിൻകരയുടെ ഹൃദയഭാഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവനക്കാട്. ഡ്രസ് വർക്ക് ഇല്ലാത്ത റൂഫിംഗോ? യെസ്, ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ഐ റൂഫിംഗ് എത്തിയിരിക്കുന്നു. ഐ റൂഫിംഗ് എന്റർപ്രൈസസ് അവതരിപ്പിക്കുന്ന സാധാരണ റൂഫിംഗ് ഷീറ്റിനേക്കാൾ 2 ഇരട്ടി കനമുള്ള ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ആർച്ചാകൃതിയിലുള്ള ഗാൽവാലിയം റൂഫിംഗ് ഷീറ്റും. മാതാ ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഞാറയ്ക്കൽ. ഇപ്പോൾ ഖദർ മണ്ഡപത്തിലേക്ക് കാലൂന്നുമ്പോൾ നിന്റെ നനുനനുത്ത വിരൽ തുമ്പാൽ പാദത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച ആ വിവാഹവസ്ത്രം ഞങ്ങൾക്കൊരുക്കുവാൻ കഴിഞ്ഞതിൽ രാധാ നിർവൃത്തി കൊള്ളുന്നു. ബാല്യം, കൗമാരം, യൗവനം രാധാസിലൂടെ കടന്നുപോകുന്നു. വാർത്തകൾ തുടരുന്നു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വൈപ്പിൻ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നായരമ്പലം സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെൻഷൻ തുകയും ക്ഷാമബത്ത കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക, സഹകരണ സംഘങ്ങളുടെ പ്രതിസന്ധി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ബ്ലോക്ക് സെക്രട്ടറി NC അമ്മിണി ദാമോദരൻ, പ്രസിഡന്റ് KI കുര്യാക്കോസ്, KA രാഘവൻ, PV ജോസ്, VS രവീന്ദ്രനാഥ്, PA വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കുഴപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷം കെട്ടിട നികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ പിഴപ്പലിശ ഒഴിവാക്കി ഡിസംബർ 31 വരെ നികുതി അടയ്ക്കാവുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ 0484488236. നോട്ട് നിരോധനത്തിന്റെ മറയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന് നായരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി KS അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. MP ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. ബെഫി ജില്ലാ കമ്മിറ്റി അംഗം K അജയൻ, PK രാജീവ്, PJ ഫ്രാൻസിസ്, KU അഖിൽ, MP സുമോദ്, PK ഐഷ, PH അനിത എന്നിവർ പ്രസംഗിച്ചു. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി, ഹെൽപ്പ് ഏജ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന വയോജന സംഗമം എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് VK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ESSS അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ജോബ് കുണ്ടോണി അധ്യക്ഷത വഹിച്ചു. ഹെൽപ്പേജ് ഇന്ത്യ ഡെപ്യൂട്ടി മാനേജർ ജോ ഡാനിയൽ, വിപിൻ ജോ, ലിജി ജോർജ്, ആൽഫ്രഡ് ഡിക്കുഞ്ഞ എന്നിവർ പ്രസംഗിച്ചു. വയോജന സ്വയം സഹായ സംഘാംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചെറുവൈപ്പ് ജംഗ്ഷനിൽ അപകടം പതിവാവുകയാണ്. ഇരുഭാഗത്തും ബസ് സ്റ്റോപ്പുള്ള റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർ ഭീതിയിലാണ് നീങ്ങുന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനമിടിച്ച് പലരും മരിച്ചു. പരിക്കേറ്റവർ ഏറെയാണ്. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ നിരന്തരം പോകുന്നതിനിടയിലാണ് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത്. കാൽനട യാത്രക്കാർക്കായി സീബ്ര ലൈൻ സ്ഥാപിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാനാവുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. ചെറായി ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപം തീരദേശ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് പുനർനിർമ്മിക്കാൻ ആളില്ല. ബീച്ചിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം വടക്കുഭാഗത്താണ് റോഡ് തകർന്ന് കുളമായി കിടക്കുന്നത്. ഈ ഭാഗത്ത് 50 മീറ്ററോളം റോഡ് ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് വടക്കോട്ട് 200 മീറ്ററോളം റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. ഏതാണ്ട് 6 മാസത്തിലധികമായി റോഡ് തകർന്ന് കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പ് റോഡ് പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേവലം ഓട്ടയടക്കലിൽ പണി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ മാസം അവസാനം ചെറായി ബീച്ച് ടൂറിസം മേള നടക്കുകയാണ്. ഏറെ തിരക്കുള്ള മേളക്കാലത്ത് റോഡിന്റെ ശോച്യാവസ്ഥ ദുരിതമാകും. ഈ സാഹചര്യത്തിൽ ടൂറിസം മേളയ്ക്ക് മുമ്പായി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ബീച്ച് നിവാസികൾ ആവശ്യപ്പെടുന്നു. അപ്പൊ ചെയ്യാന്ന് പറയുന്നുണ്ട് സാർ, പല പ്രാവശ്യവും പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. പക്ഷേ ഇത് റബറൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. MLA ശർമ്മ സാറിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇവിടെ വരാറുണ്ട്, അദ്ദേഹം ഞാനായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ അത് ഒരു പ്രാവശ്യം റോഡ് ചെയ്തപ്പോൾ അതിന് ടാറിങ് ശരിയില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആൾക്കാർ വന്ന് നമ്മളോട് പറയും നിങ്ങളെവിടെയല്ലേ കുഴി എന്ന് പറയുന്നതല്ല, നമ്മൾ കേൾക്കാനല്ല എന്ത് ചെയ്യണം. പലരും വന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്.
സാറ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോഴും. നായരമ്പലം 7 ആരോസ് ഫുട്ബോൾ അക്കാദമിയിലേക്ക് 2004-2008 ബാച്ചുകളിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് ഞായറാഴ്ച നടക്കും. രാവിലെ 7-ന് 2004-ൽ ജനിച്ച കുട്ടികൾക്കും ഉച്ചയ്ക്ക് 2-ന് 2008-ലും 2009-ലും ജനിച്ച കുട്ടികൾക്കുമാണ് ക്യാമ്പ് നടത്തുക. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജനന തീയതി തെളിയിക്കുന്ന രേഖകളുമായി രക്ഷിതാക്കളോടൊപ്പം ഈ സമയങ്ങളിൽ നായരമ്പലം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തണം. 2008 ബാച്ചിലേക്ക് പെൺകുട്ടികൾക്കും അവസരമുണ്ട്. വിവരങ്ങൾക്കായി 9947512700 9400177823 എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക. മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ഭാഗമായി ചെറായി രാമവർമ്മ യൂണിയൻ LP സ്കൂളിൽ ഗ്രീൻ ക്ലാസ് റൂം തുടങ്ങി. വിദ്യാലയത്തിന്റെ പച്ചക്കറി പൂക്കൃഷിത്തോട്ടത്തിനോട് ചേർന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അത്തിമരച്ചോട്ടിലാണ് ഗ്രീൻ ക്ലാസ് റൂം സജ്ജമാക്കിയിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ക്ലാസ് നയിക്കുന്നതും കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങൾക്കും ശേഷം കുട്ടികൾ വിശ്രമിക്കുന്നതും സീഡ് സംബന്ധമായ പ്രവർത്തനങ്ങൾ, യോഗങ്ങൾ, മറ്റ് മീറ്റിംഗുകൾ എന്നിവ ചേരുന്നതും കുട്ടികളുടെ കലാപരവും പരിസ്ഥിതി സംബന്ധവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഈ ഗ്രീൻ ക്ലാസ് റൂമിലാണ്. എടവനക്കാട് HIHS സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം പരിപാടിയുടെ ഭാഗമായി അംഗനവാടികളിലെ കുട്ടികൾക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി പുരുഷോത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ K. ഷിബു, AM അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. സർക്കാരിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പഴയ 500 രൂപ നോട്ടുകൾ 15 വരെ സ്വീകരിക്കും. വൈദ്യുതി ചാർജ്, വെള്ളക്കരം എന്നിവയ്ക്കും 15 വരെ പഴയ നോട്ടുകൾ ഉപയോഗിക്കാം. നവംബർ 1-ന്റെ ചരിത്ര പ്രാധാന്യങ്ങൾ. 1640 പോർച്ചുഗൽ സ്പെയിനിൽ നിന്നും സ്വതന്ത്രമായി. 1822 പീറ്റർ ഒന്നാമൻ ബ്രസീലിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു. 1963 നാഗാലാൻഡ് ഇന്ത്യയിലെ 16ാമത് സംസ്ഥാനമായി നിലവിൽ വന്നു. 1965 ഇന്ത്യൻ അതിർത്തി രക്ഷാസേന BSF രൂപീകൃതമായി. 1981 എയ്ഡ്സ് വൈറസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. സ്വർണവില പവന് 21,600, ഗ്രാമിന് 2,700 രൂപ. വാർത്തകൾ ചുരുക്കത്തിൽ. വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം സംഘടിപ്പിച്ചു. എളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച കൊടിയേറ്റ് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് മീറ്റിൽ അറിയിച്ചു. മഞ്ഞനക്കാട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടികേറി. ഗ്യാസ് സിലിണ്ടർ സബ്സിഡി 2.07 രൂപ കൂടി. ലോ ഫ്ലോറുകൾ അപ്രത്യക്ഷമായ പോലെ വൈപ്പിനിൽ KSRTCയും സർവീസുകൾ ചുരുക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.